ഹലോ എവരിബഡി, ഞാൻ ഇന്ന് ഒരു മിക്സഡ് വെജിറ്റബിൾ ബജ്ജിയാണ് ഉണ്ടാക്കുന്നത്. ഇതിനെ അല്ലെങ്കിൽ നമുക്ക് സ്പൂൺ ബജ്ജി എന്നും പറയാം. സ്പൂൺ കൊണ്ട് പൊരിയാണ് ഇടുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ 2 കപ്പ് കടലമാവ് വെച്ചിട്ടുണ്ട്, 1 കപ്പ് അരിപ്പൊടിയും വെച്ചിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് കൊച്ചായിട്ട് എല്ലാം കഴുകി നീറ്റാക്കിയത് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുക. ഇത് ക്യാബേജാണ്. ഇത് ചെറിയൊരു കഷ്ണം ക്യാബേജ്, 1 സബോള, 1 ക്യാരറ്റ്, 1 ഉരുളക്കിഴങ്ങ്, പിന്നെ ഇത് ഇച്ചിരി മല്ലിയിലയും കരുവേപ്പിലയും കൂടെ വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ കൂടെ ബീൻസൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബീൻസും ഇടാം. എൻ്റെ അതിൽ ബീൻസ്, വാടിയ ബീൻസ്, അത് കൊള്ളത്തില്ല. ഇനി നമ്മൾ ഈ ബാറ്റർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൽ മുളക് പൊടിയും ഉപ്പും കായപ്പൊടിയാണ് ചേർക്കുന്നത്. ഇത് എന്നിട്ട് വെള്ളം ഒഴിച്ച് നല്ല ഇതിൽ കലക്കിയെടുക്കുക. ഫസ്റ്റ് നമ്മൾ ഇത് മിക്സ് ചെയ്യുക. ഞാനിത് കടലമാവും അരിപ്പൊടിയും കൂടെ നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു. ഇതിലോട്ട് നമ്മൾ ഏകദേശം കുറച്ച് ഉപ്പിടുക. പിന്നെ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ഇടാം. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇതൊരു 3 സ്പൂൺ ഇടുക. ചെറിയ സ്പൂണാണ് കേട്ടോ. ഇത് കായമാണ്, കായപ്പൊടി നമുക്കൊരു ചെറിയൊരു സ്പൂൺ ഇടാം. എന്നിട്ട് നമ്മൾ ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച്, ഇതിന് ഒത്തിരി വെള്ളമായി പോരുത് ഈ ബാറ്റർ. അതായത് നമുക്ക് സ്പൂണിൽ കോരി എടുക്കാൻ പറ്റിയ പരുവമാണ് ഇതിന്. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് കുഴയ്ക്കുക. ഞാനിപ്പം ഈ വെജിറ്റബിൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ബാറ്റർ, ഈ പരുവത്തിലാണ് ബാറ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിലോട്ട് ഇടുക. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് 1 മിനിറ്റ് നമ്മളിത് വെക്കുക. ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. എന്ത് എണ്ണ വേണേൽ ഒഴിക്കാം. റിഫൈൻഡ് ഓയിലാണെങ്കിൽ റിഫൈൻഡ് ഓയിൽ. ആദ്യം നല്ലപോലെ അത് ചൂടാകണം. ചൂടായി കഴിഞ്ഞ് നമ്മൾ തീയങ്ങ് കുറയ്ക്കും. എന്നിട്ട് ഒരു സ്പൂൺ എടുത്ത് ഒരു വശം മൂത്തപ്പം ഞാനിപ്പോൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് എടുക്കുക. അതിൻ്റെ ടിഷ്യൂ പേപ്പർ ഒരു പ്ലേറ്റിൽ വെച്ച് ഇതെടുക്കാൻ പാകത്തിന് വെച്ചിട്ടുണ്ട്. തീയ ഒത്തിരി ഫ്ലെയിം ഒത്തിരി കൂട്ടരുതേ. ഒരു ഇടത്തരം ഇതിൽ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. നമുക്ക് വേഗം വേണമല്ലോ സാധനം. ഇപ്പം ഏകദേശം ഇത് പാകമായിട്ടുണ്ട്. ഞാൻ എടുക്കുകയാണ് ഇതിലോട്ട്.
ഇതാ നമ്മുടെ ബജ്ജിയൊക്കെ റെഡിയായി. ഉണ്ടോ? ഓരോ സ്പൂൺ പോലെയാണ് ഇരിക്കുന്നത്. ഓരോ സ്പൂണിലുള്ള ബജ്ജിയാണ്. അപ്പം നമുക്ക് സുഖമായിട്ട് എടുത്ത് തിന്നാൻ നോക്കും. സോസും കൂട്ടി കഴിക്കുക നല്ല ചൂടോടെ. ഞാൻ സബോള കൊത്തി അരിഞ്ഞതിൻ്റെ കൂടെ 2 വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞിട്ടിരുന്നു. അത് പറയാൻ മറന്നുപോയി. അതെന്താണെന്ന് വെച്ചാൽ ബജ്ജിയൊക്കെ അല്ലെ കടലമാവൊക്കെ ആയതുകൊണ്ട് ഗ്യാസ് കയറുണ്ടാന്ന് വിചാരിച്ചായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഈ ബജ്ജി ഉണ്ടാക്കുക. എളുപ്പത്തിലുണ്ടാക്കാവുന്നതാണ്. ആരെങ്കിലും വരുമ്പോഴോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വളരെ നല്ല സാധനമാണിത്. എല്ലാവരും ഉണ്ടാക്കുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റുകളൊക്കെ തരിക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.